ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുഞ്ഞുനാളെ മുതൽ നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു വാക്കാണ് ഈമാൻ എന്നത്. ഈമാൻ എന്ന വാക്ക് സാധാരണക്കാരൻ്റെ ജീവിതത്തോട് വളരെ ചേർന്ന് നിൽക്കുകയാണ്. അതിൻ്റെ പ്രയോഗങ്ങൾ നന്മ പറയുന്നിടത്തും ഒരു നല്ല മനുഷ്യനെ വിലയിരുത്തപ്പെടുന്നിടത്തും സത്യത്തെ സമർത്ഥിക്കപ്പെടുന്നിടത്തും ഒക്കെ സജീവമായി കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈമാൻ എന്നത് മലയാളീകരിക്കപ്പെട്ടോ എന്ന് പോലും ചില സന്ദർഭങ്ങളിലെ ഉദ്ധരണികൾ അതിൻ്റെ പശ്ചാത്തലം നമ്മുടെ മുന്നിൽ അങ്ങനെ അവകാശപ്പെടുകയാണ്. ഈമാൻ എന്ന വാക്ക് പരിഭാഷയ്ക്ക് അപ്പുറമാണ്. വിശ്വാസം എന്ന് ആര് അതിനെക്കുറിച്ച് പറഞ്ഞാലും അതൊരു താൽക്കാലികമായ പരിചയപ്പെടുത്തലാണ്. അത് സത്യവിശ്വാസമാണെന്ന് പറഞ്ഞാലും ഒരു താൽക്കാലികമായ പരിചയപ്പെടുത്തലിനപ്പുറത്തേക്ക് കടന്നു പോവുകയില്ല. പരിഭാഷകൾക്കപ്പുറം, നമ്മുടെ ഭാവനകൾക്കപ്പുറം, അക്ഷരങ്ങളിൽ ഒതുങ്ങാത്ത, വാക്കുകൾക്ക് വഴങ്ങാത്ത ഒരു വലിയ അനുഭവമാണ് ഈമാൻ എന്നത് മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നു. വിശ്വാസം എന്ന പ്രയോഗം ഒരിക്കലും തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷേ അതിന് പരിമിതമായ ഒരു വ്യാഖ്യാനമായി തന്നെ കാണാൻ കഴിയൂ. അതിനപ്പുറത്തേക്ക് വിശാലമായി കിടക്കുകയാണ് ഈമാൻ എന്ന പ്രയോഗത്തിന്റെ ലക്ഷ്യം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈമാനിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞുകൊടുത്ത് ശ്രദ്ധേയമായ ഒരു പ്രയോഗമുണ്ട്. അവിടുത്തെ ഒരു ഹദീസുണ്ട്. ഈമാൻ 70 പടികളാണെന്നാ പറഞ്ഞത്. ഈമാനെ കുറിച്ച് റസൂൽ പറഞ്ഞത് 70 പടികൾ. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ആ ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ആ ഹദീസ് നിവേദനം ചെയ്യുന്നത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ ഈമാനു ബിദ്ഉൻ വസബഊന ശുഅബ. 70-ൽ പരം ശാഖകൾ, ശ്രേണികളാണ് ഈമാൻ. ഫഅഫ്ദലുഹാ, ആ 70-ലെ ഏറ്റവും മഹോന്നതമായി ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനിൽ ഏറ്റവും ഉന്നതമായി നിൽക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. എന്നാൽ ഈമാനിന്റെ ഏറ്റവും താഴെ, ആ 70 ശ്രേണികളിലെ ഏറ്റവും താഴത്തെ പടി, അത് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖി, വഴിയിലെ തടസ്സങ്ങൾ നീക്കലാണ് എന്ന ഒരു സാമൂഹിക ബോധം ഉണർത്തി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വിശാല വിസ്തൃതിയിൽ ഈമാനിനെ അറിയാനും പറയാനും ഒക്കെ നമുക്ക് ഏറെയുണ്ട്. അതുകൊണ്ട് വിശ്വാസം എന്ന താൽക്കാലിക പരിഭാഷയിൽ ഈമാനിനെ മനസ്സിലാക്കലല്ല. ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. നമ്മുടെ ജീവൻ എവിടെയെന്ന് ചോദിച്ചാൽ നാം കാണാത്തതുപോലെ, അങ്ങനെ കണ്ണുകൊണ്ട് കാണാത്തതും ആലോചനയിൽ നമുക്ക് പിടികിട്ടാത്തതുമായ ചില കാര്യങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ് ഈമാൻ. അതൊരു അനുഭവത്തിലൂടെ കടന്നു വരുമ്പോൾ, ജീവിതത്തിൽ അതിന് 70ഓളം പടികൾ താണ്ടാൻ ഉണ്ട് എന്ന് പറയപ്പെടുമ്പോൾ, ആ 70ാമത്തെ പടിയിലെത്തി നിൽക്കുന്ന മനുഷ്യൻ, 70ാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന ബോധത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ മരണാസന്നനാകുമ്പോൾ അവൻ 70 താണ്ടിയവനാണ് എങ്കിൽ, ആ സമയം 70ാമത്തെ പടിയിലെ ലാ ഇലാഹ ഇല്ലല്ലാഹയിലൂടെ പോകുന്നവനാണ് എങ്കിൽ, മരണാസന്നന്റെ അവസാനത്തെ പിടച്ചിലിൽ ആ മരണവേദനയോട് വൈപരീത്യ സ്വഭാവത്താൽ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയേണ്ട അർഹതപ്പെട്ട പ്രയോഗവും മരണാസന്നന്റെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹയാവണം. അതായത് ഒരാൾ കെലിമ ചൊല്ലി മരിക്കുന്നത് ഈമാനിന്റെ പരിപൂർണതയിലെത്തുമ്പോഴാണ്, ആ 70ാമത്തെ തട്ടിലെത്തുമ്പോഴാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നാൽ ലോകാവസാനത്തിന്റെ അടയാളം എന്ന് പറയുന്നത് ഈ ഈമാൻ പരിമിതപ്പെട്ടു പോവലാണ്. എവിടെയാ ഈമാനുള്ളവർ? ഈമാനുള്ളവർ സാഹിബിന്റെ പള്ളിയുടെ പരിസരത്തുണ്ടോ? ഈമാനുള്ളവർ കൊടുങ്ങല്ലൂർ പരിസരത്തുണ്ടോ? ഈമാനുള്ളവർ ഖിയാമത്ത് നാളിൽ തൃശ്ശൂർ ജില്ലയിലുണ്ടോ? കേരള സംസ്ഥാനത്തിലുണ്ടോ? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വിശാലമായ ആത്മീയ കാഴ്ചപ്പാടിനെ ഇമാം മുസ്ലിം, ഇമാം ബുഖാരി അവരുടെ സ്വഹീഹുകളിൽ ഉദ്ധരിക്കുന്നതായി കാണാം. ഖിയാമത്ത് നാൾ വരുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന കാലഘട്ടത്തിൽ ഈമാനുള്ള മനുഷ്യന്മാരെ കാണൽ കുറവാ. മനുഷ്യരൊക്കെ നിസ്കാരമുള്ളവരായിരിക്കും, മനുഷ്യന്മാരൊക്കെ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നവരായിരിക്കും. മറ്റു പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നന്മകളിൽ പ്രേരിതരായി, നിർബന്ധിതരായി അവർ ചെയ്യേണ്ടി വരികയാണ്. ഉള്ളിൽ തട്ടിയ ഈമാനുള്ളവരെ കാണല് പ്രയാസമാണ്. ഖിയാമത്ത് നാളിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചില അടയാളങ്ങളിൽ അതിപ്രധാനം ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന, അതിന്റെ പ്രഭവ കേന്ദ്രം, ഉത്ഭവ കേന്ദ്രമായ മദീനയിലേക്ക് ഈമാൻ ചേക്കേറ തന്നെ ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത് പുണ്യ മദീനയാണ്.
ഏതുപോലെ ഒരു പാമ്പ് അതിന്റെ മാളത്തിലേക്ക് പോകുന്ന പോലെ ഈമാൻ മദീനയിൽ വലിഞ്ഞുകൂടും. മദീന എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത് 2 ഹറമുകളെയാണ് എന്ന് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിന്റെ വ്യാഖ്യാനം കുറിച്ചുകൊണ്ട് ഇമാം നബവി ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. ഐ മസ്ജിദൈ മക്കത വൽ മദീന, മസ്ജിദുൻ നബവിയും മസ്ജിദുൽ ഹറമിലുമായി ഈമാനുള്ള മനുഷ്യന്മാർ ഒതുങ്ങിക്കൂടുന്ന ഒരു കാലം വരും. അത് ഖിയാമത്തിന്റെ അടയാളം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ലോകാവസാനത്തിന്റെ പ്രധാന അടയാളം. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തു പോരുന്ന ഈ ഈമാൻ എന്ന ആ മഹത്തായ അത്ഭുതം അത് കുറഞ്ഞു വരുന്നു, പരിമിതപ്പെട്ടു പോകുന്നു ചില ഭാഗങ്ങളിൽ മാത്രം. ഈ അവസ്ഥയിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കാം. അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഒരു തീപ്പൊരി പോലെ ഉണ്ട് എന്ന് നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ സങ്കല്പിക്കുന്ന ആ ഈമാനുണ്ടല്ലോ, ആ തീപ്പൊരിയെ ഒരു തീജ്വാലയായി വലിയൊരു ജ്വലനത്തിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗങ്ങളെ തേടുക. അങ്ങനെ തേടുന്നോടത്ത് സൽക്കർമ്മങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുക, ആലോചിക്കുക. ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഇത് പുണ്യമാകുന്നുണ്ടോ, ഇതിന് പ്രതിഫലേച്ഛയുണ്ടോ എന്ന് നാം സ്വയം അതേക്കുറിച്ച് വിലയിരുത്തുകയും വിധി എഴുതുകയും ചെയ്യാം. ആ ഒരു അവസ്ഥയിലേക്ക് ജീവിത ശൈലികൾ മാറാനുള്ള ഒരു താരതമ്യത്തിലേക്ക് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രഭാഷണത്തിന്റെ വഴികളും അള്ളാഹു തുറന്നു തരട്ടെ. ഇൽമിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം കാണുന്ന ചില യാഥാർത്ഥ്യങ്ങളെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. നാം കാണുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഖിയാമത്ത് നാളിനോട് അടുത്ത് നിൽക്കുന്നവരാണ് നമ്മളെന്ന് പറയാൻ ഒരു മടിയും വേണ്ട എന്ന അവസ്ഥയാ ഇന്നത്തെ സാഹചര്യം. ഇമാം ബൈഹഖിയുടെ ശുഅബിൽ ഒരു ഹദീസ് കാണാം. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു കാലം വരാനുണ്ട്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ? യൂസികു അൻ യഅതി അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്. ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ ഇസ്ലാം എവിടെ നിൽക്കുന്നു എന്ന് അന്വേഷിച്ചാൽ ഒരു പക്ഷെ അവന്റെ പേരിൽ മാത്രമായിരിക്കും അവൻ മുസ്ലിം. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഖുർആൻ എവിടെ നിൽക്കുന്നു എന്ന് അന്വേഷിച്ചാൽ അവന്റെ വീട്ടിൽ അലമാരയിൽ പൊടി പിടിച്ചിരിക്കുന്ന മുസ്ഹഫ് എന്ന് പറയുന്ന ഖുർആനിന്റെ ഗ്രന്ഥരൂപത്തിലെ 2 ചട്ടക്കകത്തെ വെളുത്ത കടലാസിലെ കറുത്ത മഷിയായി അച്ചടി പ്രിന്റായി ഖുർആൻ ശേഷിക്കുന്നു. ജീവിതത്തിൽ സ്പർശിതമല്ലാത്തൊരവസ്ഥയായിരിക്കും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഖുർആനിന്റെ അവസ്ഥ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഖിയാമത്ത് നാളിന്റെ അടയാളം മസാജിദുഹും ആമിറ, പള്ളി പരിപാലനത്തിന് വേണ്ടി ജനങ്ങൾ പരസ്പരം തല്ലുകൂടുന്ന കാലമായിരിക്കും. അങ്ങനത്തെ ഒരവസ്ഥ നിങ്ങൾ കാണുന്നുവെങ്കിൽ ഖിയാമത്തിന്റെ അടയാളമാണ്. വഹിയ ഖറാബും മിനൽ ഹുദാ, അല്ലാഹ് എന്ന വിചാരം ഹൃദയത്തിൽ തട്ടിയവനെ പള്ളിയിൽ കാണപ്പെടാൻ സാധ്യതയില്ലാതെ തല്ലും വഴക്കും വക്കാണവും പൊങ്ങച്ചവുമായി പള്ളികൾക്ക് വേണ്ടി പോരുകൂടുന്ന കാലം ഖിയാമത്തിന്റെ അടയാളമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഈ കാലഘട്ടത്തിൽ ഈമാൻ ഇബ്ലീസ് കട്ടുകൊണ്ടുപോകുന്ന പറഞ്ഞത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വീണ്ടും മറ്റൊരു ഹദീസ് ഇമാം ഗസാലിയുടെ മുകാശഫയിൽ കാണാം. നമ്മുടെ വർത്തമാന സാഹചര്യത്തോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിൽ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, എന്റെ സമുദായത്തിനൊരു കാലം വരാനുണ്ട്. യുഹിബ്ബൂന ഖംസൻ വയൻസൗന ഖംസാ, 5 കാര്യങ്ങളെ എന്റെ സമുദായം ഇഷ്ടപ്പെടും, 5 കാര്യങ്ങളെ അവർ വല്ലാതെ സ്നേഹിക്കും. വയൻസൗന ഖംസാ, 5 കാര്യങ്ങൾ അവർ മറന്നു പോവുകയാ. നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ പച്ചയായി പറയാ ഹബീബായ നബി തങ്ങൾ. ഏതാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന 5 കാര്യങ്ങൾ? ഏതാണ് നമ്മൾ മറന്നു പോകുന്ന 5 കാര്യങ്ങൾ? കേട്ടോളൂ. ഒന്നാമത്തേത് യുഹിബ്ബൂന ദുനിയാ വയൻസൗനൽ ആഖിറ, ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോവുകയാ, ആഖിറത്തിന്റെ കാര്യത്തിൽ മറവി വന്നു പോവുകയാ. ദുനിയാവിന്റെ കാര്യം പറയാതെ തന്നെ നമുക്ക് ഓർമ്മ വരികയാ. ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടി നമ്മുടെ മുഖം ചിരി കാണിക്കുകയാ. ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടി നമ്മുടെ ശരീരം കോരിത്തരിക്കുകയാ. എന്നാൽ ആഖിറത്തിന്റെ കാര്യത്തിന് വേണ്ടി മറവി സംഭവിക്കുകയാ. രണ്ടാമത്തേതെന്തെന്നറിയുമോ? വയുഹിബ്ബൂനൽ മാലാ വയൻസൗനൽ ഹിസാബ്, പണത്തെ മനുഷ്യൻ ഇഷ്ടപ്പെടുകയാ,
എന്നാൽ ഈ പണത്തിന് കൃത്യമായ കണക്ക് അള്ളാന്റെ മുന്നിൽ പറയണമെന്ന ബോധം അവൻ മറന്നു പോവുകയാ. മൂന്നാമത് പറഞ്ഞു വയുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ. സൗഹാർദ്ദത്തിനും കൂട്ടായ്മയ്ക്കും ഫ്രണ്ട്ഷിപ്പിനും അതിനു വേണ്ടിയുള്ള വാട്സാപ്പ് പ്രവർത്തനങ്ങൾക്കും മനുഷ്യനോട് ബന്ധങ്ങൾ അതിര് കവിഞ്ഞു പോകുന്നു. ലിംഗഭേദമന്യേ അങ്ങ് അനുരാഗം കടന്നു പോകുന്നു. ആ രീതിയിലേക്ക് സൃഷ്ടിക്ക് അദമ്യമായ പ്രേമം കടന്നു വരികയാ. സൃഷ്ടാവിന് മറന്നു പോവുകയാ. ഒരു ചുമ വന്നു കൂടിയിട്ടുണ്ട്. എവിടെ എത്തിക്കുന്നു അള്ളാഹുവിനറിയാം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്ത് തരട്ടെ. സൃഷ്ടികളോട് അദമ്യമായ സ്നേഹം, സൃഷ്ടാവിനെ മറന്നു പോകുന്ന അവസ്ഥ ഖിയാമത്തിന്റെ അടയാള. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. പിന്നെ പറഞ്ഞു പാപം ചെയ്യാൻ മനുഷ്യന് വലിയ ഇഷ്ട. അത് തെറ്റാണെന്നത് പോലും അവൻ ചിന്തിക്കുന്നില്ല. പാപകരമായ കാര്യങ്ങളിലേക്ക് വരാൻ മനുഷ്യൻ താല്പര്യം കൂടും. അതോടൊപ്പം തന്നെ തൗബ ചെയ്യാൻ അവൻ മറന്നു പോകും. തൗബ ചെയ്യാൻ മറന്നു പോകും. പാപം ചെയ്യാൻ ഇഷ്ടപ്പെടും. പാപം ചെയ്യാൻ ഇഷ്ടപ്പെടും, പക്ഷേ തൗബ ചെയ്യാൻ മറന്നു പോകും. ഇങ്ങനെയുള്ള ഒരു കാലം മാത്രവുമല്ല, മണിമന്ദിരങ്ങളെ അവൻ ഇഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ വയൻസൗനൽ മഖ്ബറ, അവൻ ചിരിഞ്ഞു കിടക്കേണ്ട ഖബറിന്റെ ഇരുട്ടിന്റെ ഗുഹരങ്ങൾ അവൻ മറന്നു പോകും. ഇങ്ങനെ ഒരു കാലം വരാനുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് ഈമാൻ നഷ്ടപ്പെടുന്ന കാലമാ. ഈമാനുള്ളവരെ കാണാൻ പറ്റാത്ത കാലമാ. ഈമാനിന്റെ അനുരണനങ്ങൾ മധുരം പോലെ ആസ്വദിക്കാൻ കഴിയുമെന്ന മുത്തായ നിബിധങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. മധുരം എന്ന് പറയുന്നത് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? മധുരം ആസ്വദിക്കുന്ന പോലെ ഈമാനിനെ ആസ്വദിക്കാൻ കഴിയുമെന്നാ പറഞ്ഞത്. മധുരം എങ്ങനെയാ പറയാൻ കഴിയുമോ? അത് അനുഭവിച്ചവർക്ക് മാത്രമാ മധുരം എന്ന വാക്ക് പരിഭാഷയായി തോന്നൂ. മധുരം അതെങ്ങനെ എന്ന് ചോദിച്ചാൽ മധുരിച്ച് തന്നെ നോക്കണം, അല്ലാതെ പറഞ്ഞ മനസ്സിലാവില്ല. മധുരം നല്ല മധുരമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈമാൻ എന്ന വാക്കിന് പരിഭാഷയില്ല. പരിഭാഷ കൊണ്ട് അറിയാനും പറയാനും കഴിയുന്നതല്ല, അതൊരു അനുഭവം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മധുരം നുകരുന്ന പോലെ ഈമാൻ നുകരാൻ കഴിയണം. അതൊരു മധുരമാണ്. മധുരിച്ച ആൾക്കാണ് മധുരത്തെ അറിയും. അപ്പൊ ഒരാള് മധുരിച്ചത് ശർക്കരയാണ്, ഒരാൾ മധുരിച്ചത് പഞ്ചസാരയാണ്, ഒരാൾ മധുരിച്ചത് നല്ല പഴുത്ത മാമ്പഴമാണ്, മറ്റൊരാൾ മധുരിച്ചത് തേനാണ്. ഇത് വ്യത്യസ്തം. മധുരം തന്നെ അതിന്റെ ഏറ്റവും വ്യത്യാസം. ഇതിൽ ഏറ്റവും മധുരമുള്ളത് ഏതാ? പറയാൻ കഴിയുന്നതൊരനുഭവമാ. ഈമാനിന്റെ അനുരണനങ്ങൾ മധുരം പോലെ ആസ്വദിക്കാൻ കഴിയുന്നു. അത് ആസ്വദിക്കാൻ കഴിഞ്ഞവനിൽ 3 അടയാളമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ ഹദീസ് കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങളുണ്ടോ നിങ്ങളിൽ? 3 കാര്യങ്ങളുണ്ടോ? എന്നാൽ ആ 3 കാര്യങ്ങൾ കൊണ്ട് ഈമാന്റെ മധുരം കിട്ടി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 3 കാര്യം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നാൽ ഈമാന്റെ മധുരം നിങ്ങൾക്ക് കിട്ടി എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയാം. ഒന്നാമത്തെ അടയാളം കേട്ടോളൂ. മൻകാനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഏറ്റവും പ്രിയപ്പെട്ടത് ഏത് എന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രിയപ്പെട്ട നിലപാട് ഏതെന്ന് ചോദിച്ചാൽ അല്ലാഹ്. ഏറ്റവും പ്രിയപ്പെട്ട ഏതെന്ന് ചോദിച്ചാൽ എന്റെ നബിയാ. അല്ലാഹുവിനെയും റസൂലിനെയും അദമ്യമായി നെഞ്ചോട് ചേർക്കാൻ കഴിയുന്ന നിലപാടുണ്ടല്ലോ, ആ നിലപാടിന്റെ വജ്രപ്രസാദത്തെ പ്രവാചകൻ പറഞ്ഞു ഈമാനുള്ളതിന്റെ അടയാളമാണ്. ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലയാ, ഞാനത് ചെയ്യൂല. എന്തുകൊണ്ട്? എന്റെ നബിക്ക് അത് ഇഷ്ടമില്ല, ഞാനത് പറയൂല. എന്തുകൊണ്ട്?
എന്റെ ഹബീബ് അത് ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ അവിടേക്ക് പോകൂല. എന്തുകൊണ്ട് എന്നോട് പോവരുതെന്ന് പറഞ്ഞത് എന്റെ നബിയാ? ഞാൻ അവിടെ ചിരിക്കൂല, എന്റെ പ്രവാചകനാ ചിരി ഇഷ്ടമല്ല. എന്റെ നബി എന്റെ ജീവിതത്തെ നിർണയിക്കുന്നോടത്തേക്ക് കൃത്യമായ ഒരു മുറബിയായി ഇടപെടുന്ന ഒരു അവസ്ഥ ഒരാൾക്ക് വന്നാൽ ഈമാന്റെ മധുരം അവന് കിട്ടിയെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പിന്നെയും പറഞ്ഞു, രണ്ടാമത് പറഞ്ഞു, യുഹിബ്ബൽ മർആ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. ഒരു മനുഷ്യനോട് നമുക്ക് ഒരു താല്പര്യം തോന്നാറുണ്ടല്ലോ, സ്വാർത്ഥംബരികളായി മാറുന്ന കാലഘട്ടത്തിൽ നിസ്വാർത്ഥ സേവനത്തിന്റെ മഹത്വം പറയുകയാ പുണ്യപൂമാൻ. നമ്മൾ പല നന്മകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ചില മുഖങ്ങളെ മറക്കാവതല്ല, ചിലരെ ബോധ്യപ്പെടുത്തൽ നമുക്ക് ഉണ്ടാവലുണ്ട്. ഈ ബോധ്യപ്പെടുത്തലുകളിൽ ഒരാൾ ബോധ്യപ്പെടുത്തലുകളിലേക്ക് വ്യാപൃതനായി കഴിഞ്ഞാൽ പുന്നാര നബി തങ്ങൾ പറയാ, ബോധ്യപ്പെടുത്തി ആൾക്കാരെ കാണിച്ചുകൊണ്ട് ചെയ്യുക, ആ അവസ്ഥയിൽ ഈമാൻ നഷ്ടപ്പെടുകയാ. എന്നാൽ ഒരാളോട് നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ, അയാളോട് തോന്നുന്ന സ്നേഹങ്ങൾ എല്ലാം അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാ. അപ്പോഴാണ് അവൻ നമ്മെ ഒന്ന് പുച്ഛിച്ചത്, അപ്പോഴാണ് അവൻ നമ്മെ ഒന്ന് തർക്കിച്ചത്, അപ്പോഴാണ് അവൻ നമ്മോടൊരു എതിർവാക്ക് പറഞ്ഞത്, അപ്പോഴാണ് അവൻ നമ്മോടൊരു ചീത്ത പറഞ്ഞത്. ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിലേക്ക് വേണ്ടിയിട്ടാ ഞാൻ അവന് സേവനം ചെയ്യാൻ പോയത്. അങ്ങനെ അള്ളാന്റെ മാർഗത്തിൽ എന്ന് പറയുന്ന ഒരു പെട്ടിയുണ്ട് മുസ്ലിമേ. നമുക്ക് താങ്ങാൻ കഴിയാത്ത സങ്കടം വരുമ്പോൾ ഇത് അള്ളാന്റെ മാർഗത്തിൽ ഞാൻ സഹിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ പെട്ടിയിലേക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന മനസ്സിന്റെ ഒരു സമർപ്പിത ബോധമുണ്ടല്ലോ, അത് ഉള്ള മനുഷ്യനാണ് ഈമാന്റെ മധുരം കിട്ടാ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മൂന്നാമത്തെ അടയാളം പറഞ്ഞു, അള്ളാഹുവോട് നന്ദികേട് കാണിക്കുന്നതിന് നമുക്ക് വെറുപ്പ് തോന്നണം. എന്റെ റബ്ബിനോട് ഞാൻ നന്ദികേട് കാണിക്കൂല. പരിശുദ്ധ റമദാനിന്റെ പാതിരാവ് വന്നപ്പോ ഞാൻ പൊട്ടിക്കരഞ്ഞു ദുആരെന്നത് ഒരു അർത്ഥമുള്ളതാവണം. എന്റെ റബ്ബിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ പരിശുദ്ധ ഖുർആൻ ഓതിയത് എനിക്ക് കൂലി കിട്ടാൻ വേണ്ടിയാ. ആ ഖുർആൻ ഓതിയപ്പോൾ എന്റെ മനസ്സിന്റെ അകത്തേക്ക് വന്ന ആത്മീയ ആനന്ദമുണ്ടല്ലോ. ഞാൻ എന്റെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്ത സൽക്കർമ്മമുണ്ടല്ലോ, പ്രതിഫലം നഷ്ടപ്പെട്ടു പോവാൻ പാടുള്ളതല്ല. ഈ നിശ്ചയദാർഢ്യത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നു. ഏതുപോലെ തീയിന്റെ പൊള്ളലേറ്റപ്പോൾ ആ പൊള്ളലിന്റെ പുകച്ചലുണ്ടല്ലോ, വർഷങ്ങൾക്ക് ശേഷം ആ പൊള്ളലിലൂടെ ഉണ്ടായ ശരീരത്തിന്റെ കല ഓർമ്മപ്പെടുത്തുമ്പോ ആ കലയിലും അടയാളത്തിലും അന്ന് അനുഭവിച്ച പൊള്ളലും പുകച്ചലും ഓർമ്മ വരുമ്പോ ഇനി അതുപോലത്തെ ഒരു പൊള്ളലിലും പുകച്ചലിലും ഞാൻ പോകൂല. തീ കൊണ്ടുള്ള പൊള്ളൽ ഞാൻ പേടിക്കുന്ന പോലെ എന്റെ റബ്ബിനോടുള്ളതായ വിചാരപദങ്ങൾ കൊണ്ട് മനസ്സലങ്കരിക്കാൻ കഴിഞ്ഞ സൽക്കർമ്മങ്ങളിലേക്ക് ഞാൻ പോയത് നശിപ്പിക്കാൻ ഒരു ഗീബത്തിന്റെ മജ്‌ലിസിലേക്ക് ഞാൻ പോകൂല, ഒരു സിനിമാ തിയേറ്ററിലേക്ക് ഞാൻ പോകൂല, ഒരു ഹറാമിന്റെ വേദിയിലേക്ക് ഞാൻ പോകൂല എന്ന് പറയാൻ കഴിയുന്ന ചങ്കുറപ്പിന്റെ വാക്കുണ്ടല്ലോ, അത് പറയാൻ കഴിയുന്ന ആൺകുട്ടികൾക്കാണ് ഈമാന്റെ മധുരമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതിങ്ങനെ വർദ്ധിക്കുന്നതാ, ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുന്നതാ, അതിങ്ങനെ താഴേന്ന് ഉയർന്ന് ഇങ്ങനെ പൊന്തി വന്ന് അവസാനം അതിന്റെ 70ാമത്തെ തട്ടിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. ആ 70ാമത്തെ തട്ടിന്റെ പേരാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇസ്ലാമിക പണ്ഡിത ലോകം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാ. ഈമാനിന്റെ വർധനവിനെ കുറിച്ച് ചർച്ച ചെയ്യാത്ത ആത്മീയ പ്രമാണങ്ങളില്ലല്ലോ. ഉന്നത ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരിയുടെ മുഖദ്ദിമ പോലും അതിന്റെ ആമുഖം പോലും ചർച്ച ചെയ്തു പോകുന്നത് ഈമാന്റെ വർധനവിനെ കുറിച്ചാ. അങ്ങനെ ഉണ്ടല്ലോ, ഒരാൾ നമ്മുടെ വീട്ടിൽ തീ വാങ്ങാൻ വന്നു, നമ്മൾ എന്താ കൊടുക്കുക? ഒരു ചകിരിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ചിരട്ടയുടെ ഉള്ളിൽ കുറച്ച് കനല് കൊടുക്കും. ആ തീ കൊണ്ടുപോയിട്ട് വലിയൊരു തീപന്തമായി തീജ്വാലയായി മണിക്കൂറുകളോളം കത്തുന്ന ഒരവസ്ഥയിലേക്ക് അയാൾ അത് വർദ്ധിപ്പിക്കും. ആ തീ കത്തിവരാൻ വേണ്ടുന്നതായ വിറകും ചുള്ളിയും കമ്പും ഓലയും കടലാസും ഒക്കെ കൊടുത്ത് അവസാനം അവൻ ബലം പ്രയോഗിച്ച് ഓക്സിജനും കൊടുക്കും, ഒന്നങ്ങോട്ട് ഊതിക്കൊടുക്കും. അങ്ങനെ തീയിനെ കത്തിക്കും. അങ്ങനെ പരിപോഷിപ്പിച്ചത് വളർത്തിയെടുക്കും. ഇതുപോലെ ഈമാനിനെ വളർത്താനുണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട് വളർത്താനുണ്ട്. മഹാനായ ഇമാം ബുഖാരി അതിന്റെ ചർച്ച കൊണ്ടുവരുന്നോടത്ത് വ്യാഖ്യാനം കുറിച്ച് അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തി
ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ ഈമാൻ കുറയാ, നമ്മൾ അറിയുന്നില്ല. നമ്മൾ കാണാത്ത ഒരു പ്രതിഭാസം ഹൃദയത്തിന്റെ അകത്തുണ്ട്. നമ്മൾ കുറ്റകൃത്യം ചെയ്യുമ്പോൾ അതിങ്ങനെ കുറയും, താഴേക്ക് വരും. നമ്മൾ ആ 70ാമത്തെ പടിയിലേക്ക് എത്താൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴുണ്ട് ചില മരുന്ന് കഴിച്ചാൽ അതിന്റെ ഫലം കാണാൻ ചിലത് ഒഴിവാക്കണമെന്ന് പറയുന്ന പഥ്യം പോലെ ഹറാമുകളെ ഒഴിവാക്കി സൽക്കർമ്മം ചെയ്യുമ്പോഴാ അതിന്റെ ഉയർച്ചയിലെത്താം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഖുർആൻ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യം ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈമാൻ വർദ്ധിക്കും. സൽക്കർമ്മങ്ങൾ കൊണ്ട് ഈമാൻ വർദ്ധിക്കാത്ത ആളുകളുണ്ട്. അങ്ങനെയുണ്ട്. എല്ലാ സൽക്കർമ്മം അവർ ചെയ്യും, പക്ഷെ ഈമാനില്ല. വാ തുറന്ന് പറയുന്ന കാര്യത്തിന് യാതൊരുവിധ ബന്ധവും ഈമാനുമായി ഇല്ല. മറ്റാരും അല്ലാതെ നമ്മളൊക്കെ തന്നെയാണ്. അങ്ങനെയുള്ള ആളുകൾ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചാലും അവർക്ക് നഷ്ടമാം. നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കാറുണ്ട്, പടച്ചോനെ ഞാൻ റസൂലുള്ളാഹിയുടെ കാലത്തുണ്ടായിരുന്നെങ്കിൽ ഒരു സഹാബി ആയേനെന്ന്. ഒരു പക്ഷെ അബൂജഹലിന്റെ പട്ടാളത്തിന്റെ ആദ്യത്തെ മെമ്പർ ആയേനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ ഇല്ലെങ്കിൽ എവിടെയും നമുക്ക് ആവാൻ കഴിയില്ല. ഈമാൻ ഉണ്ടെങ്കിൽ അന്ന് ജീവിക്കണ്ട. അന്ന് ജീവിച്ച സ്വഹാബിയോട് പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടാത്ത 100 ഷഹീദിന്റെ കൂലി പിൽക്കാലത്ത് വരുന്നവർക്കെന്ന് പറഞ്ഞത് നമ്മെ ചൂണ്ടിയ സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഈമാൻ വേണം. ഈമാനില്ലാതെ സൽക്കർമ്മം എന്ന് പറയുന്നത് ചെയ്തു കൂട്ടുന്ന ആളുകൾക്ക് ഏത് കാലഘട്ടത്തിലായാലും അവർക്ക് നഷ്ടമാ, അവർക്ക് നഷ്ടനാശ. പരിശുദ്ധ ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസ്ർ ഇന്നൽ الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات. അത്ഭുതങ്ങൾ നിറഞ്ഞ അധ്യായം. അല്ലാഹുവിന്റെ ഖുർആനിലെ 113 അധ്യായങ്ങൾ അങ്ങ് മാറ്റിവെച്ചു ഒരാൾ. എന്നിട്ട് ഈ ഒരു അധ്യായത്തിന്റെ അർത്ഥഗർത്ത തലങ്ങളിലേക്ക് പോയി ഈ അധ്യായം വിഭാവനം ചെയ്യുന്ന പ്രമേയത്തിന്റെ കരുത്ത് കൊണ്ട് അയാൾക്ക് കിട്ടിയ ഓർമ്മയുണ്ടല്ലോ, ആ ഓർമ്മ കൊണ്ട് ജീവിച്ചാൽ പരിശുദ്ധ ഖുർആനിന്റെ ഇതിനപ്പുറമുള്ള 113 അധ്യായം മാറ്റിവെച്ചവന് ഈ ഒരൊറ്റ അധ്യായം നൽകുന്ന വിചാരം കൊണ്ട് നന്നാവാൻ കഴിയുമെന്ന് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അത്രയും വലിയ വിപ്ലവാത്മകമായ വജസ്സുകൾ കൊണ്ട് അനുഗ്രഹീതമായ ആയത്തുകൾ, വൽ അസ്ർ കാലികമായ അപ്ഡേഷൻ ഉള്ള ഒരു വാക്കാണ്. വൽ അസ്ർ കാലം തന്നെ സത്യം, സമയം തന്നെ സത്യം. ടൈം ഏത് കാലം, ഏത് കാലം? അബൂനാബുൽ ബശ്റാത്ത് അലൈഹിസ്സലാം മഹാനവറുകളുടെ കാലം തന്നെ സത്യം. അന്ന് ജീവിച്ച മനുഷ്യനെ കുറിച്ചും പറയാം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അന്ന് ജീവിച്ച മനുഷ്യവർഗവും പരാജയത്തിൽ. ഇല്ലല്ലദീന ആമനൂ, ഈമാനുള്ളതിനോടുകൂടെ വഅമിലുസ് സ്വാലിഹാത്ത്, നന്മ ചെയ്യുന്നവരല്ലാത്ത എല്ലാവർക്കും ഏത് കാലഘട്ടത്തിലും പരാജയം. 2000 നമ്രൂദിന്റെ പട്ടാളത്തോട് സന്ധിയില്ലാ സമരം ചെയ്ത് വിഗ്രഹാരാധനയെ തച്ചു തകർത്ത മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം 200 വയസ്സ് കാലഘട്ടത്തിൽ തൗഹീദിന്റെ പ്രചാരണത്തിന് വേണ്ടി നടന്നു നീങ്ങിയ ആ മനുഷ്യന്റെ യാത്ര പോലും ലോക ചരിത്രത്തിൽ ശ്രദ്ധേയമല്ലേ? ആ യാത്രയ്ക്ക് വേണ്ടി വഴങ്ങിക്കൊടുത്ത കാൽപാദങ്ങൾ കടുപ്പമുള്ള പാറയ്ക്ക് മുകളിൽ വെച്ചപ്പോ ആ പാറയുണ്ടല്ലോ ദൃഢമായ സ്വർഗത്തിന്റെ ശിലയെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച മഖാം ഇബ്രാഹിം ചരിത്രത്തിന്റെ തിരുശേഷിപ്പായി പുണ്യ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് ഇപ്പോഴുമുള്ള ആ ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കണമെന്ന് ഖുർആൻ നിർദ്ദേശിച്ച ഏത് പാദസ്പർശനം കൊണ്ടാണോ ആ കല്ലിന്റെ ഉള്ളറകൾ മുഴുവനും അടയാളം സ്വീകരിച്ചത്, ആ പാദസ്പർശനത്തിന്റെ അനുഗ്രഹീതമായ വ്യക്തിപ്രഭാവമേ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം. ആ മഹാന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യനാണ് എങ്കിലും ഈമാനില്ലേ ലഫീ ഖുസ്ർ, അവനും നഷ്ടത്തിലാണെന്ന് ഖുർആൻ.
സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപനാണെന്ന് പറഞ്ഞ് ആരാധ്യ വസ്തുക്കൾക്ക് പ്രത്യേകമായ ഡ്യൂപ്പ് നിർണയിച്ചു കൊടുത്ത, ഞാനാണ് കുട്ടി ദൈവങ്ങളുടെയും വിഗ്രഹങ്ങളുടെയും മുകളില് തലപ്പത്തിരിക്കുന്ന റബ്ബെന്ന് പ്രഖ്യാപിച്ച ഫറോവ ചക്രവർത്തിയുടെ കൊട്ടാരത്തിന്റെ മോന്തായം പിടിച്ചു കുലുക്കിയ മഹാനായ കലീമുല്ലാഹി നബി മൂസ ഇസ്രായേലി സമൂഹത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി സമൂഹമധ്യത്തിലേക്ക് കടന്നു വന്ന മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, അള്ളാന്റെ ഖുർആൻ ഏറ്റവും കൂടുതൽ ചരിത്രം പറഞ്ഞ ഈമാനിന്റെ കഥകളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന വളരെ മനോഹരമായ ശാബ്ദിക മിശ്രണങ്ങളുടെ അകമ്പടിയുള്ള 124 ആയത്തുകളിലൂടെ 136 പ്രാവശ്യം ഖുർആൻ പേര് പറഞ്ഞ സയ്യിദുനാ കലീമുല്ലാഹി നബി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചാലും ലഫീ ഖുസ്ർ, മനുഷ്യവർഗമേ നിങ്ങൾ പരാജയത്തിലാ, ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. ഈമാനില്ലേ എന്നിട്ട് അമൽ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല, പരാജയത്തിലാണ്. കുഴിച്ചുമൂടപ്പെട്ട സ്ത്രീത്വത്തിന്റെ പുനരുദ്ധാരകനായ കടന്നു വന്ന് അടിച്ചമർത്തപ്പെട്ട അടിമവർഗത്തിന്റെ കയ്യെ പിടിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്ന് വർണ്ണവർഗ വിവേചനങ്ങളുടെ എല്ലാ അസ്തിത്വങ്ങളെയും തച്ചു തകർത്ത് മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ധാർമ്മിക മൂല്യങ്ങൾ ഇഞ്ചിഞ്ചായി മരിച്ചു വീണ കാലഘട്ടത്തിൽ അനാഥത്വം പേര് നടന്ന സമൂഹത്തിന്റെ നാഥനായി കടന്നു വന്ന മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചാലും മനുഷ്യ നിനക്ക് ഈമാനില്ലേ ലഫീ ഖുസ്ർ. ഏത് കാലഘട്ടത്തിലും. അപ്പോഴാണ് 17-ാം നൂറ്റാണ്ടിന്റെ തുടക്ക കാലഘട്ടത്തിൽ രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നും പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനത്തിനും പ്രവർത്തനത്തിനും വേണ്ടി കൗമാരം വിട്ട പ്രായത്തിൽ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വന്ന മഹാനായ സാഹിബ് ഷെയ്ഖ് വലിയുല്ലാഹി മുനവ്വർ ഷാ സാഹിബ് പപ്പാ 65 വർഷം നീണ്ടുനിന്ന ആറ്റുപുറത്തെ പ്രബോധനത്തിലും പ്രവർത്തനത്തിലും അംഗമായി നിന്നവനാണോ? എന്നാൽ പോലും ഈമാനില്ലേ ലഫീ ഖുസ്ർ. This book go on exercise through all ages a most potent influence. എല്ലാ കാലഘട്ടത്തിലും പരമപ്രധാനമായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് പ്രക്രിയാധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന പരിശുദ്ധ ഖുർആൻ. ജർമ്മൻ ദാർശനികനായ ഗെയ്ഥെ പറഞ്ഞതാണ്. എല്ലാ കാലഘട്ടത്തോടും സംസാരിച്ചു. ഈ ഖുർആൻ പറഞ്ഞു, ഈമാനില്ലേ പരാജയ, ഈമാനില്ലേ പരാജയ. സൽക്കർമ്മം കൊണ്ട് പറ്റില്ല. അസ്ർ കാലം, ഖുസ്ർ പരാജയം. അതിന്റെ ഇടയിൽ പറഞ്ഞു ഏത് കാലത്തിലും പരാജയം. അൽ ഇൻസാൻ അൽ ലിൽ ഇസ്തിഗ്റാഖ്, മനുഷ്യവർഗം. അലിഫ് ലാം ഇസ്തിഗ്റാഖിന്റെ മഅന. അസ്റിന്റെയും ഖുസ്റിന്റെയും ഇടയിൽ അൽ ഇൻസാൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഈമാൻ വർദ്ധിക്കുമെന്ന് വിശ്വസിക്കുക, എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ച് അന്വേഷിക്കുക, അതിനു വേണ്ടി ശ്രമിക്കുക. ഈമാന്റെ ഗ്രാഫ് താഴെ പോവാതെ നമ്മൾ പരമാവധി ശ്രദ്ധിച്ചു പോരാ, തെറ്റുകൾ ചെയ്യാതിരിക്കാം. ഹുവല്ലദീ أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم. മുഅ്മിനീങ്ങളുടെ ഈമാൻ വർദ്ധിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. മെലിഞ്ഞൊട്ടിയ ഒട്ടകത്തെ തുളച്ചുകൊണ്ട് പോവുകയാ, ബദറിന്റെ മരുപ്പച്ചയിലേക്ക് പോവുകയാ. മഹാന്മാരായ സഹാബത്ത് നിരായുധരാ, പട്ടിണി കിടന്ന പേക്കോലങ്ങൾ 16 ദിവസം പട്ടിണിയിലും മുഴുപട്ടിണിയിലും അർദ്ധപട്ടിണിയിലും. അപ്പോഴാണ് ആരോ വിളിച്ചു പറഞ്ഞത്, നിങ്ങൾക്കെതിരെ 3 ഇരട്ടി വരുന്ന വലിയ സംഘം ആയുധബലത്തിൽ വന്നുകൂടുന്നു. അബൂ സുഫിയാന്റെ കൂടെ വന്നവരെ കുറിച്ച് പറയുന്നു, ഉത്ബത്തിനെ കുറിച്ച് പറയുന്നു, ശൈബത്തിനെ കുറിച്ച് പറയുന്നു.
അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്തിന്റെ വാടിത്തളർന്ന മുഖത്ത് നോക്കിയിട്ട് നിർദാക്ഷിണ്യം പ്രതിരോധം തീർക്കാൻ കഴിവില്ലെന്ന് തോന്നുന്നവരുടെ മുഖത്ത് നോക്കി നിർദാക്ഷിണ്യം പേടിപ്പെടുത്തുന്ന വാക്ക് പറയുന്നു. അങ്ങനെ പറഞ്ഞ കപടന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് ഉറക്കെ പറഞ്ഞു, 1000 കുതിരശക്തിയിൽ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. മഹാന്മാരായ സുഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും ഈമാൻ കൊടുത്ത കരുത്താ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.